ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ എമ്പുരാൻ്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാലും പോലെ സൂപ്പർ അടിപൊളിയായിരുന്നു കേട്ടോ. എത്ര വട്ടം കണ്ടെന്ന് അറിയത്തില്ല, നിങ്ങൾ അതുപോലെ ആയിരിക്കും, ഒരുപാട് തവണ കണ്ടു കാണുമെന്ന് എനിക്ക് അറിയാം. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മോഹൻലാൽ ഫാൻസ് മാത്രമല്ല, എനിക്കൊന്ന് കേരളക്കര, എനിക്ക് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ ഫുള്ള്, ലൂസിഫർ കണ്ടിട്ടിരിക്കുന്നവർ ഫുള്ള് ഈ എമ്പുരാന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഞാനൊക്കെ ആണെങ്കിൽ ഈ എമ്പുരാൻ്റെ ട്രെയിലർ കാണുന്നതിന് മുമ്പായിട്ട് എമ്പുരാൻ വരും, മാർച്ച് 27 വരും, ഫസ്റ്റ് ഷോ കാണണം എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നമ്മുടെ ലൈവിലൊക്കെ തന്നെ വരുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു, എന്തോ നിങ്ങൾക്ക് പിന്നെ കണ്ടാക്കത്തില്ലെന്ന് വെച്ചു. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഇന്നാണ് കേട്ടോ എമ്പുരാൻ്റെ ട്രെയിലർ, ഇന്നലെ വന്നെങ്കിലും ഞാൻ ഇന്നാണ് ട്രെയിലർ കാണുന്നത്. പക്ഷെ അടിപൊളി കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്, എനിക്കും കാണണം, ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. മോഹൻലാലിൻ്റെ കട്ട ഫാനാണ് ഞാൻ, ഭയങ്കര ഫാനാണ്. മോഹൻലാലും മഞ്ജു ചേച്ചിയാണ് എൻ്റെ ഏറ്റവും വലിയ ആക്ടറും ആക്ട്രസ്, ഇഷ്ടപ്പെട്ട ആക്ട്രസ്. അപ്പോൾ അത് പണ്ട് മുതലേ, ഇപ്പോഴല്ല, പണ്ട് മുതലേ അവർ തന്നെയാണ്. പക്ഷെ ഇത് അടിപൊളിയാണ്, എന്തും നമുക്ക് പറയാൻ സാധിക്കില്ല. റെക്കോർഡ് കളക്ഷൻ ആയിരിക്കും എന്നുള്ളതിനകത്ത് ഒരു മാറ്റമില്ല കേട്ടോ. ഗോകുലം പ്രൊഡക്ഷൻസ് ആണ് ചെയ്തത്, ലൈക്കയിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാപ്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ പൃഥ്വിരാജ് മോഹൻലാലൊക്കെ എമ്പുരാൻ്റെ ട്രെയിലറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ, സൂപ്പർ. ഞാൻ കൊടുത്തേക്ക് അടിപൊളി കേട്ടോ, അറിയത്തില്ല, സൂപ്പർ. ഓരോരുത്തരെയും കാണിക്കുന്നുണ്ട് അത്. ആ കുട്ടികളെയൊക്കെ നിങ്ങളൊന്ന് കാണുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ജസ്റ്റ് ഞാനിവിടെ നിന്ന് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ കണ്ടു കാണുമായിരിക്കും. എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ട്രെയിലർ വരുമ്പം ഇതിനെ എടുത്ത് റിയാക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അത് ലീക്ക് ആയതുകൊണ്ട് തന്നെ വിചാരിച്ചു, എന്നാൽ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. വേണ്ട, ലീക്കായല്ലോ, ഇനിയിപ്പം എല്ലാവരും കണ്ടു കാണുമായിരിക്കും, പ്രശ്നമില്ല. പക്ഷേ പിന്നെയും അതിൻ്റെ ആ ട്രെയിലർ കണ്ടപ്പോൾ ഉണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. സൂപ്പർ എന്ന് പറഞ്ഞാലും പോലെ സൂപ്പർ അടിപൊളിയായിരുന്നു. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. എന്തായാലും റെക്കോർഡ് കളക്ഷൻസ് ആയിരിക്കും. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് വരാം. ട്രെയിലർ കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ഒരു തിയേറ്ററിൽ പോലും ഇതിന് ഒരു ടിക്കറ്റ് പോലും അവൈലബിൾ അല്ല കേട്ടോ. ഫുള്ള് ടിക്കറ്റും തീർന്നിരിക്കുകയാണ്. നമ്മുടെ സൈറ്റ് പോലും ഈ ഒരു ഷോയുടെ പേരിൽ, അതായത് ഈ ഒരു ഫിലിം മാർച്ച് 27 ഇതിൻ്റെ റിലീസ് വരുന്നത്. ഈ റിലീസിന് അന്നേരത്തേക്കുള്ള ബുക്കിംഗ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ സൈറ്റ് പോലും, നമ്മുടെ നെറ്റ്വർക്ക് പോലും ഹാങ് ആയിരിക്കുകയാണ്. ആ ഒരു ആദ്യത്തെ 20 മിനിറ്റോ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഫുൾ തിയേറ്ററിലും ടിക്കറ്റ് ബുക്കായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ്, ഒരു സൈറ്റ് പോലും, നമുക്ക് PSC എക്സാമിൻ്റെ ഒക്കെ ടൈമിലും തലേന്നൊക്കെ, ഈ ലാസ്റ്റ് ഡേറ്റിന് തലേന്നൊക്കെ സൈറ്റ് ഹാങ് ആവുന്നുണ്ട്. പക്ഷേ ഇത് ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഒരു ഇന്റർനെറ്റ് ലോകം പോലും ആലോചിച്ചിരിക്കുകയാണ്. അത്രമാത്രം ആളുകൾ കട്ട വെയിറ്റിംഗ് ആണ് നമ്മുടെ എമ്പുരാന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എമ്പുരാൻ്റെ ട്രെയിലർ കണ്ടിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അടിപൊളിയായിട്ടിരിക്കും, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എൻ്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെ, ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. രാജനീതി एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ്, ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Now you are going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ പിന്നെ ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നവരാ.
അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മളറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, come back. Save your man. Save God's own country. But answer this one question. Who are you really? Lucifer. അപ്പം നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയായിരുന്നു ട്രെയിലറിലെ, സൂപ്പറായിരുന്നു. നമ്മുടെ പൃഥ്വിരാജ്, നമ്മുടെ മോഹൻലാലും ഒക്കെ പൊളിക്കും മക്കളെ, സൂപ്പറാണ്. നമ്മുടെ ടോവിനോ ഒക്കെ അടിച്ച് പൊളിച്ച് കറക്കിയെടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റിംഗ് ആണ് ഈ ഫിലിം കാണണം. ഫിലിം കണ്ടതിന് ശേഷം ഫസ്റ്റ് ഡേ കാണണം എന്നൊക്കെ തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് മമ്മൂട്ടി ഫാനാണ് കേട്ടോ. ഞാൻ മോഹൻലാൽ ഫാനും ഹസ്ബൻഡ് മമ്മൂട്ടി ഫാനുമാണ്. നമ്മുടെ ഇപ്പോൾ മമ്മൂട്ടിക്ക് വയ്യാതെ വന്ന സമയത്ത് നമ്മുടെ മോഹൻലാൽ ശബരിമലയിൽ മല കയറി നമ്മുടെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അർച്ചനയൊക്കെ നടത്തിയ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതും ഈ എമ്പുരാൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ വീഡിയോ ഒക്കെ എടുത്ത് അത് റിയാക്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫാൻസുകൾക്ക് തമ്മിൽ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് റിയാക്ട് ചെയ്തത്. പക്ഷേ ട്രെയിലർ വന്നപ്പോൾ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. എന്നിട്ടും ഇതൊന്നും നമ്മളെ ഭാഗമല്ല, നമുക്കിതൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ചെയ്യാതിരിക്കുമായിരുന്നു. പക്ഷെ എന്നാലും സഹിക്കുന്നില്ല കേട്ടോ, ചെയ്യാതിരിക്കാനായിട്ട് ഇങ്ങനെ മനസ്സ് അനുവദിക്കുന്നില്ല. ലാലേട്ടനെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കണം. എന്തായാലും നമുക്ക് അത് 27-ാം തീയതിയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് കണ്ടിട്ട് ഇറങ്ങുന്നിടത്ത് നമുക്ക് എനിക്ക് കണ്ടിട്ട് വന്ന് നിങ്ങളടുത്ത് റിയാക്ഷൻ അതെങ്ങനെയുണ്ട് ആ ഫിലിമിനെ കുറിച്ച് നിങ്ങളടുത്ത് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ എവിടെയെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കണം. ഓക്കെ, ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഷോ ഒന്നുമല്ല, ഫസ്റ്റ് ഡേ എങ്കിലും കാണാൻ പറ്റുമോ നോക്കണം, അല്ലെ സെക്കൻഡ് ഡേയിലെങ്കിലും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോഴേ കാലൊക്കെ പിടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ ഫിലിം എന്തായാലും റിലീസ് കാണുമല്ലോ. റിലീസിൻ്റെ അന്ന് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ. വീണ്ടും പുതിയ വീഡിയോ കാണാനായിട്ട് ബൈ. സീ യു.